ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് തിരുവണ്ണൂർ മാനാരിയിലുള്ള ആദർശേട്ടൻ്റെ ഹോട്ടലിലേക്കാട്ടോ. വരൂ ഗൈസ്, ആദർശേട്ടൻ്റെ ഹോട്ടൽ ഇതാ അവിടെയാണ്. ഇതാട്ടോ ഗൈസ് ഹോട്ടൽ ആദർശ്. നമ്മളെ തിരുവണ്ണൂരിൽ നിന്ന് ശ്മശാനത്തേക്ക്, മാനാരി ശ്മശാനത്തിലേക്ക് പോണ ആ ഒരു ജംഗ്ഷൻ കയറിയ പക്ഷേ ഹോട്ടൽ ആദർശ് എന്നിട്ടൊരു ഹോട്ടൽ കാണാം. അവിടെ കേട്ടോ ഞാനിന്ന് ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് തന്നെ കയറുമ്പോൾ അവിടെ മീൻ പൊരിക്കുന്നുണ്ട്. കയറി ഇങ്ങനെ വരുമ്പോൾ മീൻ പൊരിക്കുന്നുണ്ട്. അയിലയും പിന്നെ വേറൊരു മീനുണ്ട്. അയിലയും വേറൊരു മീനും പേര് എനിക്കറിയില്ല. ഈ കേദർ എന്നൊക്കെ പറയില്ലേ, കേര, അങ്ങനത്തെ ഒക്കെ മീനാണ് എന്തോ ആയിരുന്നു പൊരിച്ചിരുന്നത്. പിന്നെ അടുത്ത റൗണ്ടിൽ അവർ പള്ളച്ചി അങ്ങനെ എന്തൊരു മീനുണ്ടായിരുന്നു. ആ മീനാട്ടോ ഞാൻ കഴിച്ചത്. ഞങ്ങൾ അവിടെ കയറുമ്പോൾ തന്നെ ആൾക്കാർ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സൈഡിൽ 2 കസാര കിട്ടിയപ്പോൾ അവിടെ കയറിയിരുന്ന് നല്ല ചൂടുള്ള ചോറായിരുന്നു ഗൈസ്. ഞാൻ ആ ചോറിട്ട് ആ ചൂട് കണ്ടപ്പോൾ ആവി പറക്കുന്ന ചോറ് ഗൈസ്. ഞാൻ ചോറിലൊന്ന് കൈ ഇട്ട് നോക്കി, എന്താണ് ക്ലോറിനുള്ളതാണെന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ എൻ്റെ ചുണ്ടൊക്കെ പൊള്ളി. പിന്നെ സാമ്പാർ വന്നു, മീൻകറിയൊക്കെ ഇല്ലേ, ഒരു മഞ്ഞ ടൈപ്പ് കറി. അപ്പോൾ ഞാൻ വെച്ചൊരു രസം ഉണ്ടാവില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കച്ചമ്പർ വന്നിട്ടോ. നമ്മളെ നാട്ടിൽ ഈ തൈരിൽ തക്കാളി സബോളൊക്കെ ഇട്ടായിരുന്നു നമ്മൾ കച്ചമ്പർ എന്ന് പറയാം. പക്ഷെ കോഴിക്കോട് അതിനെ തൈര് തന്നെ ഇവർ പറയാം. അങ്ങനെ പപ്പടം വന്ന്, അച്ചാർ വന്ന്, തോരൻ വന്ന്, അങ്ങനെ സാധനങ്ങളൊക്കെ സർവ് ചെയ്ത് നല്ലോണം സർവ് ചെയ്ത് തരും കേട്ടോ. നല്ല രീതിക്ക് അങ്ങനെ സർവ് ചെയ്ത് തന്നിട്ട് ആൾ പോയി. പിന്നെ ഞങ്ങൾ തുടങ്ങി ഗായ്സ്. ഞാൻ അപ്പം തന്നെ വേഗം മോരെടുത്തിട്ട് ചോറിലൊരു കുഴിയാക്കിയിട്ട് നടുവിലേക്ക് ഒഴിച്ച് നടുവിലല്ല കുറച്ചാക്കിയിട്ട് നിന്നിട്ടൊരു പിടി പിടിച്ച് ഗായ്സ്. ഞാൻ വേടിച്ച മീനാട്ടത് പള്ളച്ചിയോ അങ്ങനെ എന്തോ ഒരു മീൻ്റെ എന്തോ പേര് പറഞ്ഞു. ആ മീനിലെ തോലും ഒരു മസാല ഉണ്ട്. ആ മസാല മോനെ അടിപൊളി സാധനമാണ് ആ മസാല. ആ മീനിനെക്കാട്ടും ടേസ്റ്റാണ് ആ മസാല. ഇപ്പം പറയുമ്പോൾ തന്നെ എനിക്ക് വായിന്ന് വെള്ളം വരാം. അത്രയും ടേസ്റ്റായിരുന്നു ആ മീനിൻ്റെ മസാല എന്ന് പറയുന്ന സാധനം. ഞാൻ ആ മീൻ നല്ലോണം എന്താ പറയുക മുള്ളാക്കി ആ മീനെ ഫുള്ള് അതിന്. പിന്നെ പഞ്ഞിമീനൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ അവിടെ വെച്ച് ഞാൻ എടുത്തില്ല. അങ്ങനെ അതൊക്കെ കൂട്ടിപ്പിടിച്ച് നല്ലൊരു പിടി പിടിച്ച് ഗായ്സ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു. ഹോട്ടൽ ആദർശിൽ എല്ലാവരും കാലിക്കറ്റ് വരുന്നവർ ചോദിച്ചാൽ മതി. മാനാരിക്ക് പോണ ആ വഴിയിൽ ഫസ്റ്റ് തന്നെ കാണുന്ന ഹോട്ടലാട്ടോ. ജസ്റ്റ് കാലിക്കറ്റ് വരുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആരെങ്കിലും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ലഞ്ച് ബ്രേക്കിന് വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഉച്ചക്ക് ഒരു 1 മണി നേരത്തൊക്കെ, കൃത്യം 1 മണി നേരത്തൊക്കെ പോയാൽ മതി. അപ്പോൾ വെറൈറ്റി വേറെ എരുത് പൊരിച്ചത്, കടുക്ക പൊരിച്ചൊക്കെ കിട്ടും. ഞങ്ങൾ ലേറ്റായ കാരണമാണ് ഇങ്ങനെ ഒരു മീൻ പൊരിച്ചൊക്കെ കിട്ടിയത്. അടിപൊളി സാധനമാണ്. ഹോട്ടൽ ആദർശ് മസ്റ്റായിട്ട് വിസിറ്റ്